സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി 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 വിശ്വൈകതാതനെ സ്വസ്തി സ്വസ്തി ത്രിത്വൈക ദൈവമേ സ്വസ്തി സ്വസ്തി വിശ്വൈകതാതനെ സ്വസ്തി നെഞ്ചിൽ നീ വന്നൊരു നാൾ മെഴുതിരി മഞ്ചലിൽ മനസ്സുണർന്നു ഈ നിമിഷങ്ങളിൽ ആരാധന തുടരവേ ഇരുമിഴി മലരുകൾ അണിയുകയായി കണ്ണീർ മണികൾ നെഞ്ചിൽ നീ വന്നൊരു നാൾ മെഴുതിരി മഞ്ചലിൽ മനസ്സുണർന്നു ഞങ്ങളവിടെ എല്ലാം പറഞ്ഞു അതെല്ലാം നോക്കിക്കോളൂ. അവിടെ കുത്തിക്കൊടുത്താ ഇത് കലയോടുള്ള കാമകലയോടുള്ള ആവേശം. നിർമാല്യവും എലിപ്പത്തായോ ഒന്നും ആരും എന്ന അറിയിലേക്ക് കാഴ്ചക്കാരൻ ഇങ്ങനെയുള്ളവനായതുകൊണ്ടാണല്ലോ സിനിമ എടുക്കുന്നവനും ഇങ്ങനെയായത്. ഉത്തരവാദിത്തം രണ്ടു കൂട്ടർക്കും തുല്യം. സംവിധായകൻ പ്രേക്ഷകരോട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന കലയാണ് സിനിമ. പക്ഷേ ആ ഹൃദയം എത്ര പേർക്കുണ്ട്? ഹൃദയം പോട്ടെ, കണ്ണുണ്ടോ? സത്യം പറയാമല്ലോ, ഏതാനും താരങ്ങൾ ചവിട്ടിക്കൊടിച്ച ചെളിയാണ് ഇന്നത്തെ മലയാള സിനിമ. അവരുടെ ഏറാമൂളികളായി കുറെ സംവിധായകർ റബ്ബർ കൃഷിയിൽ നഷ്ടം പറ്റി. എന്നാൽ സിനിമയിൽ ഒരു കൈ നോക്കാം എന്ന മട്ടിലെത്തുന്ന നിർമ്മാതാക്കളും ചേർന്നാൽ ചിത്രം പൂർത്തിയായി. ആരാധകർക്ക് താരങ്ങളെ അടുത്തറിയില്ല, അവരുടെ ഉള്ളറിയില്ല. ക്യാമറയ്ക്ക് പിന്നിലെ കടുംപിടുത്തങ്ങളിലൂടെ വ്യാജ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റി അറിയില്ല. ഉദാഹരണത്തിന് മെഗാസ്റ്റാർ എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സരോജ് കുമാറിന്റെ കാര്യം തന്നെയാണ്. സിനിമയിൽ നിന്ന് ഔട്ടാവാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഉദയഭാനുവിന്റെ സംവിധാനത്തിൽ ഞാൻ നിർമ്മിച്ച അന്ന് പെയ്ത മഴയിലൂടെ സരോജ് തിരിച്ചു വരുന്നത്. ഉദയഭാനു എഴുതി വെച്ച തിരക്കഥ മോഷ്ടിച്ചുകൊണ്ടുപോയി തന്റേതാക്കിയാണ് അയാൾ തുടങ്ങിയത്. അന്ന് പെയ്ത മഴയ്ക്ക് ശേഷം എല്ലാം ഏറ്റുപറഞ്ഞ് ഉദയഭാനുവിനോട് മാപ്പ് ചോദിച്ചപ്പോ അയാൾ നന്നാവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതുണ്ടായില്ല. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ വചനമുണ്ടായിരുന്നു, വചനം സ്നേഹമായിരുന്നു, സർവ്വതും സൃഷ്ടി ചെയ്തൊരു ക്രിസ്തുദേവവചനം സർവചരാചരങ്ങൾക്കും ഇഷ്ടമായിരുന്നു സ്നേഹം. യേശുനാഥ
എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. 7ാമത്തെ ഫൈറ്റിൽ ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ഇനിയോട്ട് കാണിച്ചു തരാം. തെങ്ങിൽ കയറാനും അത്യുത്തമം. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ ഈ പരസ്യങ്ങൾ കോടതിയിൽ കാണിച്ച ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റായിരിക്കും. എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങെടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്? ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പി എടുത്തോളൂ. ഡിന്നർ കഴിക്കാനൊന്നുമല്ല, എന്നെ ഇവിടെ എഴുന്നേപ്പിക്കാനുള്ള പണിയാണ്. ഇപ്പം മുറിച്ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു ഫുൾ ബോട്ടിൽ പൊട്ടിച്ച് അടി തുടങ്ങിയിരിക്കും. ഡിന്നർ കഴിച്ചെന്നോ ഇല്ലെന്നോ വരാം. എന്തായാലും രാവിലെ നോക്കുമ്പോ മുറിയിൽ ചതിച്ചിരിക്കുന്നത് കാണും. വൃത്തികെട്ട പടങ്ങൾ ചെയ്ത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ കുറ്റബോധം കാണും. അപ്പൊ ആരും കുടിച്ചു പോകും. പാവം മെഗാസ്റ്റാർ. അവിടെ അത് മതി, ഇങ്ങോ കഞ്ഞി എന്നവർക്ക് തന്നെ. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനവ പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏകനികുംഭനാമം ശ്രീയേശുനാമം അതിശയനാമം പാട്ടുനാമം എല്ലാം മുഴങ്ങാലും മടങ്ങിലും തിരുമുമ്പിൽ വല്ലഭത്തമുള്ള നാമം എല്ലാം മുഴങ്ങാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്തമുള്ള നാമം ശ്രീയേശുനാമം അതിശയനാമം ഏകനികുംഭനാമം ശ്രീയേശുനാമം അതിശയം പാവമറ്റ ജീവിതത്തിൽ മാതൃകയിൽ കാട്ടിത്തന്ന പാവനവ പാവമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനവ പുണ്യനാമം പുണ്യനാമം ഏഴനിക്കുംഭനാമം നനവാദികൾക്കും മോചനം കൊടുക്കും നാമം ഭൂതബാധിതർക്കും നനവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം പൂർണ്ണർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം കുരുടക്കം മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകും നാമം പാടാൻ പ്രാർത്ഥന മുറിയിൽ ഒന്നു ചേരാം സ്വർഗപിതാ